Aliens. എന്തോ എന്ത് പരിപാടി? മുട്ട ഓംലെറ്റ്, പുൽസൈ, പിന്നെ പുള്ളിത്തോരൻ? ഒന്നുമില്ല. അതെ, ഞാൻ ഒരു മെഴുക്കുവരട്ട് ഷോപ്പിങ്ങിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ പറയൂ, കൊണ്ടുവരാം. എവിടെ ഷോപ്പിങ്? മാവണ്ടോടെ കടയിൽ പോണോ? വേണ്ട, സാധനം വാങ്ങിക്കണം. ഏട്ടൻ പുറത്തു പോകുന്നുണ്ട്, അപ്പൊ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ബാക്കി പൈസ കൊണ്ട് തരാടോ താ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ അടിച്ചു മാറ്റുന്നുണ്ടെന്ന്. 10-15 രൂപ സിപ്പ് പേടിക്കണം, അതിനാണ് എത്ര പറയുന്നത്. ഇപ്പൊ ഇത് വർഷോപ്പിൽ പോണില്ലേ? വർഷോപ്പിൽ പോകുന്നില്ല, ഒരു വണ്ടി നോക്കാതെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. ആണോ? ചേച്ചി നമ്മുടെ സാധനങ്ങളൊന്നും ഇല്ലേ? കുറെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. നീണ്ട ലിസ്റ്റ് ആണോ? നീണ്ട ലിസ്റ്റ്. വെളിച്ചെണ്ണ, അരി, പഞ്ചസാര, പാല്, ക്യാബേജ്, ഉക്കാളി, തള്ളി. ഉക്കാളി തള്ളി നല്ല തള്ളി അല്ല, ഉള്ളി, തക്കാളി. ആരാ എഴുതിയത്? ഉരുളക്കിഴങ്ങ്, കടുക്. കടമിഴിയിൽ കമലതടോ ഡാൻസ് ഉണ്ടോ അവിടെ? കടമിഴി കമലതരല്ല, കടല വെളുത്തതും പിന്നെ ഇത് കായവും. എന്റെ ദൈവമേ, ഇയാൾ പോയ ഇവിടെ പരീക്ഷയ്ക്ക്. ഇത് ബാവണ്ണ് കൊടുക്കും, ബാവണ്ണ് മനസ്സിലായി, അയാൾ കറക്റ്റ് ആയിട്ട് തോന്നും. അയ്യേ, ഞാൻ വൃത്തിയായിട്ട് എഴുതരാം. അയാളെ വിചാരിക്കും അല്ല തന്നെ എഴുത്തുമാനെ അറിയത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് പിന്നെ സാരമില്ല. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോയിട്ട് വന്നിട്ട് അയ്യോ ചച്ചാ മറന്നുപോയി കഷ്ടം. അതൊക്കെ പറയും. പറയുവാന്നെ ഞാനത് കേട്ടോണ്ടിരിക്കത്തുള്ളൂ. അല്ല, നേട്ടം പോവാന്ന് പറഞ്ഞു, അതുകൊണ്ടാ. അവനെന്താ കാപ്പിക്ക് ദോശ. നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. പിന്നെന്തോ അവിടെ റോസ്മേരി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അറിയാം. എന്തുവാ? വെജിറ്റബിൾ ബിരിയാണി, മുട്ട ബിരിയാണി. എന്നാ പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ നിന്നപ്പോ എന്തിനാ ഇവിടെ വന്നിങ്ങനെ നിക്കണത്? ഒന്നും പറഞ്ഞിട്ടില്ല. പോട്ടെ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. ഞാൻ അവിടെ ചെന്ന് പറയണേ ലില്ലിപ്പണ്ണി ഇങ്ങനെ പറഞ്ഞെന്ന്. എടാ, നിന്റെ മാമാക്ക് പോത്തനാണെങ്കിൽ അത് മാമ പോയി വാങ്ങിക്കില്ല. നീ എന്തിനാണ് അതിൻ്റെ പുറകെ പോണത്? നീ കാര്യം പറഞ്ഞ നമ്മുടെ ദാസപ്പൻ മുതലാളി മരിച്ച്. ഓ എടാ, അവിടെ പോയി റീത്ത് വയ്ക്കണം. നീ നെയ്യാറ്റിങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു സംഭവം വാങ്ങിപ്പിക്കാം. റീത്ത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാ കയ്യിൽ. എന്തോന്നിടേ ഇത്? എടാ, മാമാരുടെ അടുത്ത് ആ പോത്തിന് വല്ലതും വാങ്ങിച്ചു കൊടുക്കുക, പിണ്ണാക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടെങ്കിലും വാങ്ങിച്ചിട്ട് റീത്ത് അതിൻ്റെ പൈസ കൊണ്ട് ഗൂഗിൾ പേ ചെയ്തുക. അൻസാറെ, നീ കളിക്കരുത് കേട്ടാ. ഞാൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യൂലടേ. ഓ നീ പോത്തും ഉണ്ടായിക്കോട്ടെ, നീ വെച്ചേ. പോത്തുമായിട്ട് കിടക്കി. നടരായ ഡേയ്, പിന്നെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്ന കണ്ട ദാസപ്പൻ മുതലാളി മരിച്ചത് അറിഞ്ഞല്ല. അപ്പോൾ അവിടെ നമ്മളെല്ലാം ഇവിടെ പോകണം. 11 മണിക്ക് ബോഡി അവിടെ നിന്ന് കൊണ്ടുവരും ആശുപത്രിയിൽ നിന്ന്. അത് നമുക്കേ അവിടെ ഒരു റീത്ത് വയ്ക്കണം. അതിനുള്ള പൈസ മുത്തുലക്ഷ്മി എടുത്താ ഞാൻ ചോദിക്കാനാ. റീത്ത് വയ്ക്കണ്ട, നീ വെച്ചിട്ട് പോടേ. ലെവലാതി അവൻ്റെ ഭാര്യ എടുത്തിന് ഞാൻ പൈസ കടം ചോദിക്കും. ഈ പാർട്ടിയിൽ ദാരിദ്ര്യമില്ലാതെ ഒറ്റ. ഹലോ വിജി, ഹലോ കേൾക്കാവോ? പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണേ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. അപ്പോഴേ നമ്മുടെ കൂടെ ഒരു 4-5 പേരും കൂടി വേണം കേട്ടോ. ആരെങ്കിലുമൊക്കെ വിളിക്കണേ. അല്ലാതെ ഒറ്റയ്ക്ക് അവിടെ അങ്ങോട്ട് പോയിട്ട് അന്തം വിട്ട് നിൽക്കേണ്ടി വരും അവിടെ. റീത്തുണ്ട്. അത് നമ്മുടെ അജി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ എടുത്തിട്ട് വന്നോളാം. ശരി. അപ്പം എന്നാ ആയിക്കോട്ടെ. അപ്പം അക്ഷയയുടെ അവിടെ കാണാം. ഒരു 10 മിനിറ്റ്. ശരി. ഞാൻ അവിടെ വെച്ച് എണ്ണ എന്ത് ചെയ്ത്? അവിടെ ഉണ്ടാവും. കാണാത്തോണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എണ്ണ ഇല്ലാതെ കുളിക്കാൻ പോവാണെങ്കിൽ എവിടെ പോണു? മരിപ്പിന് പോണു. അതിന് ദാസപ്പൻ മുതലാളി ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവിയാണ്. നിങ്ങളെവിടെ പോണു? അയ്യേ, ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവി.
ഒന്നുമല്ല, അയാൾ എല്ലാ പാർട്ടിക്കും ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യന്. പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളുടെ കാര്യം എന്താ? വെറുതെ നാണക്കെടാൻ പോവില്ല. അവിടെ ഞങ്ങളെ പാർട്ടിക്കാരും ഞങ്ങളെ ആളുകളും എല്ലാം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരു മെമ്പർക്ക് എന്തായാലും ഒരു വിലയുണ്ടല്ലോ, ഞാൻ അതിനു വേണ്ടി പൊക്കോളാം. ഓ, ഇതൊക്കെ രാഷ്ട്രീയത്തിലോട്ടുള്ള പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഇമാര് വലിഞ്ഞേറി പോകുന്നത്. ഒരു കുഴപ്പമില്ല, എനിക്ക് അതെ, ഞങ്ങളെ പാർട്ടിക്ക് എന്തോരം ഫണ്ടൊക്കെ തന്ന ആളാണെന്ന് അറിയാമോ? അത് ഞങ്ങൾക്ക് നിനക്ക് ഇതുപോലെ അറിയാമോ? നീ ഇന്നലെ കൊണ്ട് ഞങ്ങൾക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ. നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട, അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, ഉണ്ടാക്കി വെച്ചെങ്കിൽ നീ എന്നോട് തിന്നു. പൗഡർ കൂടുതലുണ്ടോ? കിടന്നോട്ട്, മെമ്പറല്ലേ. പോട്ടെ, അടുക്കള വാലൊന്ന് അടച്ചിട്ടേക്കണേ. ക്ലീറ്റോ, എന്താ ഇവിടെ വന്നേ. എന്താ കാര്യം പറയേ? കുളിക്കാൻ പോണു ഞാൻ. ഇവിടെ വെച്ചിരുന്ന സാധനം എന്തേ? എന്ത് സാധനം? ഓ, എന്ത് പോയില്ലേ? വന്നേ. ഇനി എന്ത് വേണം? ഇതെന്താ നോക്കിക്കേ. ആ, റീത്ത്. അതായത് ഞങ്ങളെ ദാസപ്പ മുതലാളി മരിച്ചല്ലോ, അവിടെ ഞങ്ങൾ DDT പാർട്ടി കൊണ്ടു കൊടുക്കുന്ന റീത്താണ്. ഇത് എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? നല്ലല്ലേ? ഇതിപ്പോ എങ്ങനെ ഇങ്ങനെയായത്? ഇതെങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ ആയതെന്ന്? റീത്ത് ഇങ്ങനെ തന്നെയാണല്ലോ. ഇത് ഇങ്ങനെ തന്നെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നാണല്ലോ. ഇതിൽ എന്താ കുഴപ്പം? ആണോ? എന്താ പ്രശ്നം? ക്ലീറ്റോ, കളിക്കരുത്. ഞങ്ങളുടെ RDP കാരുടെ റീത്ത് എടുത്ത് നിങ്ങൾ എന്താ DDT പാർട്ടി അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? RDP കാരുടെ റീത്താ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് തലയ്ക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്കാണ് തലയ്ക്ക് കുഴപ്പം. ഇത് ഞാൻ പറഞ്ഞു വിട്ട് ഞങ്ങളുടെ പാർട്ടിയിലെ പിള്ളേർ ഇവിടെ കൊണ്ടുവച്ച റീത്താണിത്. നോണ പറയരുത് ക്ലീറ്റോ. ഞങ്ങളുടെ പാർട്ടിക്കാര് മേടിച്ചു വെച്ച റീത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ആവുന്നത്? അതിന് നിങ്ങളുടെ പാർട്ടിക്കാർ മേടിച്ചാൽ അതിനകത്ത് DDT എന്ന് എഴുതൂലല്ലോ, RDP എന്നല്ലേ എഴുതൂ. ഇത് എഴുതിക്കുന്നത് വായിച്ചു നോക്ക്. എഴുത്തും വായന അറിയാമോ? ആ, അങ്ങോട്ട് എടുത്ത് മാറ്റിയ തീരാവുന്ന പ്രശ്നമല്ലേ. ഇവിടെ വലിയ വഴക്ക് നടക്കും. ഇവിടെ വലിയ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം. ഇത് അജി കൊണ്ടുപോകും. ഒരു കച്ചിയും കുച്ചിയൊന്നല്ല ഇത്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വരാനില്ല. ഇത് നോക്കിയാടാ, ഞങ്ങളുടെ RDP കാരൊരു ഇത് മേടിച്ചു റീത്ത്. രാവിലെ അജി കൊണ്ട് തന്നതാ ഇവിടെ. അപ്പം ഇതിപ്പോ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും അതിനകത്ത് DDT പാർട്ടി എഴുതി വെച്ചേക്കുന്നത്. ലില്ലിമോളെ, എഴുത്തും വായന നിനക്കറിയാലോ. ഈ എഴുതിക്കണമെന്ന് വായിക്ക്. ഇത് DDT പാർട്ടി ആണല്ലോ. അപ്പൊ DDT പാർട്ടി ഞാൻ പറഞ്ഞു വിട്ട് പിള്ളേര് അൻസാർ മേടിച്ചുകൊണ്ടുവന്ന റീത്താണിത്. അല്ല, ഇത് അജി പള്ളി പോണതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പള്ളി തന്നെ പോയെങ്കിൽ നിങ്ങളുടെ പേരില്ലല്ലോ. എടി, ഇത് മനുഷ്യൻ മാറ്റിയതാണ്. അയ്യ, പിന്നെ ഞാൻ മാറ്റാൻ എനിക്ക് മാജിക് കാണിച്ചു. നീ കട പോയിരുന്ന? ഇല്ല, ഇന്നത്തെ ദിവസം ഈ മനുഷ്യന് പടിന്ന് ഇറങ്ങിയിട്ടില്ല. ഒരു റീത്ത് ഇവിടെ എത്തിക്കാൻ ഞാൻ കടയിൽ പോണ്ട. ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്റെ പാർട്ടിയിലെ പിള്ളേർ ഇവിടെ എത്തിക്കും. ഞാൻ ആലോചിച്ചപ്പോ തന്നെ അൻസാർ ഇവിടെ എത്തിച്ചു റീത്ത്. അൻസാറിനെ കൊണ്ടുവന്നത്? പിന്നെ അല്ലാണ്ട് അൻസാർ നെയ്യാറ്റിങ്കര പോയേക്കല്ലേ. പിന്നെ ആരും കൊണ്ടുവന്നു? നീയാണ് പറഞ്ഞ അൻസാർ കൊണ്ടുവന്നു. ഇപ്പൊ അൻസാർ നെയ്യാറ്റിങ്കര പോയി പറഞ്ഞാൽ റീത്ത് മേടിച്ച് നടരാജനെ കൊടുത്തിട്ട് നടരാജൻ ഇവിടെ കൊണ്ടുവന്നു. അൻസാർ നെയ്യാറ്റിങ്കര പോയി. വിളിച്ചു പറഞ്ഞത് അതിന്റെ ഇൻചാർജ് അൻസാറാണ്. ഇതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ അജി കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ കയ്യക്ഷരം നോക്കിക്കേ, ഈ കയ്യക്ഷരം കള്ള എഴുത്ത് എഴുതുമ്പോഴത്തേനും ഇങ്ങനത്തെ കയ്യക്ഷരത്തിൽ എഴുതുള്ളൂ. ഇത് എന്റെ ചേച്ചി, ഇത് ക്ലീറ്റോ ചേട്ടന്റെ കയ്യക്ഷരം അല്ല. ഇത് എന്തൊരു ഇവിടെ പോട്ടെ. ലില്ലിമോളെ, ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ? 7 പേരുടെ കയ്യക്ഷരം ഒരുപോലെ ആയിരിക്കൂലേ? എന്നെ പോലുള്ള ആരുടെയോ കയ്യക്ഷരമാണ്. നീ അജി എന്ന് വിളിച്ചാണ്. ആ ചെറുക്കൻ ഫോൺ എടുക്കൂല. അവൻ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പള്ളി പോയേക്ക്. പള്ളി കഴിയണം. 10 മണിയാവും പള്ളി കഴിയുമ്പോ. ഇപ്പൊ നീ പറയുന്നത് നിന്റെ റീത്താണെന്ന്, ഇവള് പറയുന്നത് എവളുടെ റീത്താണെന്ന്. ഞങ്ങൾ അതാണ് സത്യം. ഇപ്പൊ നീ അൻസാറിനെ വിളിക്കാൻ നീ തയ്യാറല്ല, അജിയെ വിളിക്കാൻ അവള് തയ്യാറാണ്. അപ്പൊ അജി പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് തീരുമാനമെത്താം. അതെ, നിങ്ങൾ പള്ളിയിൽ പോയ പള്ളിക്കൂടത്തിൽ പോയ ഞാൻ കുളിച്ചിറങ്ങി ഈ റീത്ത് എടുത്ത് പോകും. അതിനകത്ത് അജി വിളിക്കാൻ കൊണ്ടുപോരുത്. അതുവരെ റീത്ത് തൊടല്ലേ. അജിയുടെ കോള് വരട്ടെ. രാവിലെ ആരെങ്കിലും ഒരു റീത്ത് ഇവിടെ കൊണ്ടുവെക്കുന്ന കണ്ടായിരുന്നാ? ഇതിപ്പോ ഇതെന്തോന്ന്? ഇത് എല്ലാരും കൂടെ ചോദ്യം ചെയ്യുന്നത് കണ്ട് ഞങ്ങളുടെ റീത്ത് എടുത്തിട്ട് നിനക്ക് മലയാളം അറിയാല്ല. നീ 5ാം ക്ലാസ് വരെ പോയുള്ളെങ്കിൽ വായിച്ച് കേൾപ്പിച്ചോട്. ആദരാഞ്ജലികൾ. ആട്ടല്ല. ഇനി അതിലപ്പുറം ഇനി എന്തോന്ന്?
സ്വന്തമായിട്ട് ഒരു ദേ, റീത്ത് ഒരു മേടിക്കാൻ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് എന്റെ റീത്ത് വേണം. ഓ ആ ആണോ? ആ. സൗകര്യമല്ല. സൗകര്യപ്പെടണം. ആ ആ. നീ കൊണ്ട് കേസ് ഇത് കൊടു. ആ, കേസ് കേസ് കൊടുക്കും. ഈ മോഷണമൊന്നും അത്ര നല്ല കാര്യമല്ല. അല്ല പോലീസിക്കല്ലേ അല്ലെങ്കിൽ പട്ടാളത്തിന് അല്ലെങ്കിൽ നീ ആർക്കെങ്കിലും എടേ പട്ടാളവും CBI ഇന്റർപോൾ ഒന്നും വേണ്ട, പോലീസുകാരോട് പോണ്ടല്ലോ. ഓ ആയിക്കോ. 11 മണിക്ക് ബോഡി അവിടെ എത്തുള്ളൂ. ഓ. 10 മണിക്ക് അജീരെ കോള് വരും. ഓ. അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം തൊണ്ട് പോലാണത് എടുക്കരുത്. ഒരു കാര്യം, അജീന്റെ കോള് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഞാൻ കുളിച്ചിറങ്ങുന്ന സമയം അത് കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്തോളൂ ഒറ്റ പോകാം. അപ്പൊ നീ 10 മണി വരെ കുളിക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആ അത് നിങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്തോ. അത് തൊണ്ട് പോലാണ് തുടരുന്നത്. തെണ്ടി മുതല് ആ. പിന്നെ കാണാം ഇതിന്റെ സത്യാവസ്ഥ ഓ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നും അറിയാനില്ല. എന്റെ പൂരാടത്തിന്റെ വിളിച്ചിട്ട് ആ. പൈസ കൊടുത്ത് റീത്ത് വാങ്ങിക്കാൻ പറ. ആ. നമ്മുടെ പാർട്ടി റീത്ത് വാങ്ങിച്ച ഉടനെ അതിൽ വന്നങ്ങ് പൊട്ടയാണ്. ഓ പിന്നെ ആ ഇടണില്ല. പിന്നെ അവിടുത്തെ റീത്ത് എവിടെയെന്ന് നിങ്ങൾ എന്നാ പറ. റീത്ത് പറന്നു പോയിട്ടുണ്ടാവും. എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ റീത്ത് കൊണ്ട് വെച്ചോ ഇല്ലെന്ന് ആരെയെ നിങ്ങളെ എല്ലാം ഉടായ്പ ടീമല്ലേ? നിങ്ങളെ പാർട്ടിക്കാരെ പോലെ നോണയും നൊണ്ണാച്ചിയും പറഞ്ഞു നടക്കണല്ല ഞങ്ങള്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. കാര്യം പറയാം, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം. വേറെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ സമയം 9:30. 10 മണിയാകുമ്പോ ചെറുക്കൻ തിരിച്ചു വിളിക്കും. അവൻ അന്നേരം ഇവിടെ കൊണ്ടുവന്ന് റീത്ത് വെച്ചു എന്നെങ്ങാനും പറഞ്ഞ ബാക്കി ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയണം. ഞാൻ കുളിച്ചിറങ്ങണതിനകത്ത് അവൻ വിളിച്ച നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അയ്യോ. അത് കഴിഞ്ഞ് കാത്തു നിൽക്കുന്ന പരിപാടിക്ക് ഞാനില്ല. കാത്തു നിൽക്കും. ആ. ആയിക്കോട്ടെ. അയ്യോടാ 10 മണിയാവാതെ നിങ്ങൾ ഇവിടെ ഞാൻ വിടൂലല്ലോ. പിന്നെ പിന്നെ? കാണാമല്ല. കാണാം. നീയാണോ തീരുമാനിക്കണം എന്റെ സമയം? നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങണ സമയം 10 മണിയാക്കി വെക്കുക ക്ലോക്കിൽ. ഇതിനൊരു തീരുമാനമാവാതെ നിങ്ങൾ എങ്ങോട്ടും വിടൂല. ഇങ്ങനെയുണ്ട് ഒരു റീത്തിന് വേണ്ടി. അത് വാങ്ങിക്കാന്ന് വെറുതെ അതൊക്കെ പറയണ്ടേ. ഞാൻ വാങ്ങിച്ച പോരണം കൂടെ വാങ്ങിച്ചു കൊടുത്തേനെ. അച്ചമ്പി സത്യം പറ, ഇത് ഈ റീത്ത് കേസിൽ അച്ചമ്പിക്ക് കൈയുണ്ടോ? കൈയുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടി അനുശോചനം അറിയിക്കാൻ കൊണ്ടുപോയിക്കുന്ന റീത്തിൽ എനിക്ക് കൈയും ഞങ്ങളുടെയൊക്കെ പങ്കുണ്ടാവൂലേ നമ്മുടെ പാർട്ടി കൊണ്ടുപോയിക്കുന്ന റീത്ത്? അതല്ല, തങ്കം ചേട്ടത്തി പറഞ്ഞ പോലുള്ള കൈകടത്തലുണ്ടോ എന്നാ ചോദിച്ചു. നിനക്ക് പ്രാന്തുണ്ടോടാ? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ കള്ളം ചെയ്തിട്ടില്ല. ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ആശ്വാസമായി. എങ്ങാനും മച്ചമ്പി അതിനകത്ത് പെട്ടിരുന്നെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ റീത്ത് മോഷണ നേതാവ് എന്നുള്ള പേര് മച്ചമ്പിയുടെ തലയൊന്ന് വീണേന്. കേരള മുതൽ ഫ്രണ്ട് പേജ് വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള അത് ഫോട്ടോ എല്ലാം വന്നേന്. സോഷ്യൽ മീഡിയ പിള്ളേരെടുത്ത് ട്രോൾ ചെയ്തേ. അത് മാത്രമല്ല, മച്ചമ്പിയുടെ അനിയനെ നിലയ്ക്ക് എനിക്ക് റോഡി ഇറങ്ങുമ്പോൾ എനിക്കൂടെ പേര് ദോഷം തന്നെ. അയ്യോ ഭാഗ്യം. അയ്യോ അയ്യോ മോനുട്ടാ, ഞങ്ങളുടെ റൂമിലല്ലേ നിന്നെ തന്നെ കഴിച്ചു. ഇപ്പോൾ ഒരല്ലി എടുത്ത് കഴിച്ചു. അതൊക്കെ എന്തിനാ കഴിക്കണേ? എനിക്കുള്ള കാപ്പിയോടെ വെച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല. മാത്രമല്ല ഞാൻ പോണ വഴിക്ക് ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് കഴിക്കുന്നത്. നീ അതെടുത്ത് കഴിക്കും കേട്ടാ. എന്താ കാര്യം സാധിക്കാണ്ടല്ലേ? ഒന്നുമില്ല. പിന്നെ പറ. നല്ല തുണി. ചെറിയൊരു കയ്യബദ്ധം. എന്ത്? ചെറിയൊരു കയ്യബദ്ധം. ഇത് ലവ് ലെറ്റർ എഴുതിയിട്ട് നിൽക്കണത്തോണ്ട് വെച്ചാ ഇതേ ഞാൻ എടുത്തു മാറ്റിയിട്ട് നമ്മൾ ഇത് എഴുതി വെച്ചു. അതെന്താണെന്നറിയാമോ? സാഹചര്യമാണ്. അത് പൈസ ഇല്ലാത്തോണ്ടല്ല. പോയി വാങ്ങാൻ അൻസാർ സ്ഥലത്തില്ല, നടരാജനില്ല, അപ്പൊ പുരുഷുമില്ല, ആരുമില്ല. ഇനി ഞാൻ പോയി കടയിൽ കയറി റീത്ത് വേണ്ടി അവര് വേറെ മേടിച്ചോളും. ഇതങ്ങാണ് അറിഞ്ഞ് പിടിക്കപ്പെട്ട ഒരു നാണക്കേടാന്നറിയൂ. 250 രൂപ വിലയുള്ള റീത്ത് പോലും മേടിക്കില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ നീ എന്നോട് നിൽക്കണം. ചേട്ടനെ സഹായിക്കാൻ നീ ഇതിനകത്ത് എന്നെ കൂടെ സഹായിക്കാൻ പറ്റത്തില്ല മറ്റും. ഈ 10-250 രൂപയുടെ ഈ ചീപ്പ് റീത്തിനകത്തൊക്കെ ഞാൻ കയറി അയ്യേ ആണക്കേട്. പിന്നൊരു കാര്യം പറയാം, നീ ഇത് അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മാനേജ് ചെയ്തോളാം കേട്ടോ. കേട്ടാ ചായ തുറക്കം വരുന്ന അവിടെ ചായ കുടിക്കാന്ന് വെച്ചാ. അയ്യോ മധുരം കൂടുതലടി. കൂടുതലാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കൂടുതലായിരിക്കും. കൂടുതലടി. മാറ്റടാ. വേണ്ട, കുഴപ്പമില്ല. ഡിസൈൻ ചെയ്ത ഷർട്ട് ഇല്ല. ഇത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരം പണിയായിട്ട് രാവിലെ ഉള്ളത്.
മുറ്റം അടിച്ചു കഴിയുമ്പോ തന്നെ മനുഷ്യനെ നടു പൊട്ടിക്കും. മുറ്റൊന്നും അടിക്കുന്നില്ലേ? എന്നും അടിക്കണ തന്നെ. ഏട്ടനൊന്ന് ബാക്കിൽ പോയി നോക്കിയാ ഭയങ്കര പുല്ല അവിടെ. അതിൽ കൂടെ തൂത്ത് ഇല കളയുമ്പോഴത്തേക്കല്ലേ മനുഷ്യൻ എന്തൊരു പാടാന്നറിയാം. ഇതാണ് പഴയ ആൾക്കാരെ പറയുന്നത്, അടിക്കുമ്പോ നുള്ളണം. ആരടിക്കണം, ആരാ നുള്ളണം? അപ്പുറത്ത് സുലുവിനെ പോയി നുള്ളാനല്ല, തുലിച്ചേച്ചി പോയി നുള്ളാനല്ല പറഞ്ഞത്. പിന്നെ അടിക്കുമ്പോ നുള്ളണം എന്ന് പറഞ്ഞാല് നമ്മൾ മുറ്റടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടാകുന്നത് നുള്ളികളാണ്. അതാണ് അടിക്കുമ്പോ നുള്ളത്. അവിടെ നുള്ളാനേ നേരമുള്ളൂ, കാരണം അമ്മാതിരി പുല്ല. അത് ആദ്യമേ നുള്ളിയിരുന്നെങ്കിൽ ഇപ്പൊ ഇത്തിരി നുള്ളേണ്ടി വരില്ലായിരുന്നു. ഏട്ടൻ ഈ ഉറക്കം തൂങ്ങി ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതൊന്നും നുള്ളിക്കൂടാ. എങ്ങനെ ഇരിക്കണേ വരുന്നു. എന്നാപ്പാ എന്ത് പറ്റി? മാമ ഒന്നും കൂടി വരണ്ട വരും. എവിടെ? വീട്ടില് അമ്മയും ഡാഡിയും പിന്നെ വഴക്ക് തുടങ്ങി. എന്റെ പൊന്നെ, റീത്ത് പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? തീർന്നില്ലടാ? അത് മറ്റേ ഇനി അജി പള്ളിയിൽ നിന്ന് വരണമല്ലോ, അനീഷ് ഇവിടെ നിന്ന് ഫോൺ ചെയ്യണമല്ലോ, ഫോൺ ചെയ്ത് ഒരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, അല്ലാതെ പ്രശ്നം തീരില്ല. കുഞ്ഞു വല്ലതും കഴിച്ചാ? എനിക്ക് ചായ വേണം. ചായ പഞ്ചസാര കുറച്ച് കൊടുക്കണേ കൊച്ചിന്. കൊച്ചുകൾക്ക് കുഴപ്പമില്ല, അമ്മ ചായ തരാം. ഏട്ടൻ അങ്ങോട്ട് ചെല്ല്, അല്ലെ ആ റീത്ത് അവിടെ തന്നെ ആവശ്യം വരും. ബാ, ചായ തരാം. ഒരു കണക്കിന് അത് മതിയായിരുന്നു. ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് നിന്റെ അടുത്ത് പറയണത്. എന്റെ ഫോൺ തന്നെ. ഞാനും മര്യാദയുടെ ഭാഷയല്ല നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തീരുമാനമാവാതെ നിങ്ങൾ പോവണ്ടെന്ന്. തീരുമാനമൊന്നുമില്ല, തീരുമാനമല്ല ആയത് തന്നെ. പിന്നെന്താ? റീത്ത് എവിടെ? പിന്നെ റീത്ത് ഞാൻ എടുത്ത് പിഴിഞ്ഞേടി. വിഴുങ്ങും. നീ എന്താ കളിക്കണേ? റീത്തോ, ഒരു റീത്ത് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് പോയി എന്താണെങ്കിലും ഞാൻ ഫോൺ തരില്ല. ഇല്ല. എടാ ചെറുക്ക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞില്ലേ? പണ്ട് ഇറങ്ങി പോകാൻ പോകുന്നു. അതെ, 10 മണിക്ക് അജിയെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് അജിയും ഇതുവരെ വിളിച്ചില്ലല്ലോ. ഞാൻ കുളിച്ചിറങ്ങി പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. നിങ്ങൾ ചുമ്മാ എന്റെ അഭിപ്രായം പറയട്ടാ. നീ തന്നെ എടുത്തത്, നീ തന്നെ എടുത്തത്. അതിന്റെ ആയിട്ട് എത്ര ഉറപ്പ്? റൊണാൾഡേ, നീ ഒരു കാര്യം റോഡിൽ ഇറങ്ങി ഓട്ടോ വിളിച്ച് അറിയിച്ചു കൊടുത്താൽ അവിടെ നില്ല്. എന്താണ് കാര്യം വെച്ചാല് ഇവിടെ സ്ഥിരമായിട്ട് ഇത്തരം കാര്യം നടന്നാൽ ഇവനാണ് ഉത്തരവാദി. രണ്ടാമത്തെ കാര്യം ഇവിടെ റീത്ത് കാണാനുമില്ല. അതെന്തുവാ? എന്തെങ്കിലും കാണാതെ ഉടനെ ക്ലീറ്റോ ചേട്ടനാവോ? ക്ലീറ്റോ ചേട്ടനെ വെറുതെ കള്ളനാക്കുവോ? അങ്ങനെ തന്നെ. ചത്തത് കീരിക്കാരനാണെങ്കിൽ കൊന്നത് സേതുമാധവനായിരിക്കുമല്ലോ. നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. പിന്നെ നീ ഒന്നും തീരുമാനം ഉണ്ടാക്കാതെ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകില്ല. പിന്നെ ഗുണ്ടാ കളിക്കണം. അജി വിളിക്കട്ടെ. അജി വിളിക്കാതിരിക്കും എനിക്കതൊന്നും അറിയേണ്ട വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ. അല്ല ക്ലീറ്റോ ചേട്ടാ, അവിടെ നിൽക്കി, ആ ചേട്ടൻ വിളിക്കട്ടെ, എന്നിട്ട് തെളിയിച്ചിട്ട് പോയാൽ അതിനൊന്നും നിന്ന സമയം അവിടെ അടക്കം കഴിയും. ഇതാണ് മര്യാദ. എന്ത് മര്യാദ? 10 മിനിറ്റ് കാത്തിരിക്കുക. ആ 10 മണി വന്ന് അജിയോട് സംസാരിച്ചിട്ട് നിനക്ക് പോവാം. പിന്നെ അതല്ലെങ്കിൽ ഒരു മോശമാണ്. എന്ത് മോശം? വിജി ഇറങ്ങുവാ. കളിക്കുന്നു. അയ്യോ ആണോ? എന്നാ ശരി, ഞാൻ വരുന്നില്ല. അപ്പൊ നിങ്ങൾ തിരിച്ചു പോവല്ലേ? ഓ ശരി എന്നാ. ഇതൊരു കഥ. 9:58, 2 മിനിറ്റ്. നിന്റെ കഥ കേൾക്കാൻ എനിക്ക് സമയമില്ല. 2 മിനിറ്റ് ഉണ്ടല്ലോ. 2 മിനിറ്റ് ഉണ്ട്. അത് പോട്ടെ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ റീത്ത് എന്തെങ്കിലും കൊണ്ടുപോകും. എടാ, ദാസപ്പൻ മുതലാളി ആശുപത്രിയിലായിരുന്നില്ലേ? മരിച്ചത് അതല്ലേ? ദാസപ്പൻ മുതലാളി മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? പിന്നെ ഈ വാർത്ത മൊത്തം വന്നതാ? അത് ആരാണ്ട് വാട്സപ്പിൽ എഴുതിയിട്ടിട്ട് പ്രചരിപ്പിച്ചേക്കണതാ. ഇതിപ്പോ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഒരു വാർത്ത കണ്ട മുന്നും പിന്നെ നോക്കാൻ പ്രചരിപ്പിക്കും. ഞാൻ ഈ റീത്തും കൊണ്ടാ വീട്ടിൽ ചെന്ന് കയറി. ദൈവമേ, നന്നായി പോവാഞ്ഞത്. പിന്നെ നാണക്കേടായല്ലേ? പോണ്ട, നല്ല കാര്യം. ഇനിയിപ്പൊ ഡ്രസ് എങ്ങാനും മാറാ. അകത്ത് പറഞ്ഞല്ല ഞാൻ കേട്ട്. ഈ ചാവാത്ത ദാസമുതലാളിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ റീത്തിന്റെ പ്രശ്നം മൊത്തം ഉണ്ടാക്കി. എന്തായാലും ഇതോടെ തീർന്നല്ലോ. ഭാഗ്യെന്ന് വെച്ചാൽ എന്തിത്ര ആലോചിക്കുന്നത്? ഇതിനാവശ്യമില്ലല്ലോ. പറഞ്ഞ കേട്ടോ, കളയണ്ട. അങ്ങനെ ചത്തട്ടില്ല മച്ചമ്പി. കളയണ്ട, അതിലൊരു ചെറിയ പണിയുണ്ട്. ഇന്നത്തെ പണി ഇത്ര പണി വൈരാഗ്യം തീർക്കാനുണ്ട് എനിക്ക്. വൈരാഗ്യം തീർക്കാൻ? കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. കർത്താവേ, അച്ചമ്പി എന്ത് പണിയാണ്? ആറി കഴിഞ്ഞ് ചൂടാക്കി ബിരിയാണിക്ക് നിൽക്കലേ, അതവിടെ കഴിഞ്ഞ്. വേണ്ട, ഈ ഒരു ഓഞ്ഞ റീത്തിന്റെ പേരിലേ
ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അതുകൊണ്ട് എനിക്കറിയാം എന്താ ചെയ്യണത്. നീ കുറച്ചൊന്നും അങ്ങോട്ട് മാറിയില്ല. ഇപ്പൊ വേണ്ട മാറിയടാ. പോലീസുകാരനും പെങ്ങളും ഒന്നും പുറത്തോട്ട് വരുമെന്നോ? പോലീസുകാരനും പെങ്ങളും ഒന്ന് പുറത്തോട്ട് വരുമോ? എന്തല്ലേ പറ്റാവുന്നില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് തിത്തൈ തുള്ളിയത്? എന്ത്? ഇതെന്താണെന്നറിയാമോ? നിങ്ങളുടെ അജി കൊണ്ടുവച്ച റീത്തത ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയി. അവിടെ കൊണ്ടാണോ വെച്ചത്? അയ്യോ എന്നിട്ടാണ് ഇനി ഞങ്ങളെ റീത്ത് എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച. എന്റെ പൊന്നെ, വെക്കണ പേരല്ലേ? സ്ഥലമെങ്കിലും പറയായിരുന്നില്ല. എന്തൊക്കെയാടി നീ പറഞ്ഞത് എന്നെ എന്റെ പാർട്ടിയെ? അപ്പൊ ഇത് ഇപ്പൊ കൊണ്ടുവച്ചോളാം അജി അല്ലേ? അജി എപ്പോ കൊണ്ടുവച്ചെന്ന് ഞാൻ കണ്ടില്ല. വെറുതെ എന്റെ അളിയനെ കുറ്റം പറഞ്ഞു. ചാവാത്ത ദാസപ്പ മലയാളിക്ക് നീ റീത്ത് വേണ്ട. എടുത്ത് ആങ്ങളയുടെ നെഞ്ചത്ത് വെച്ചിട്ട് നീയും കൂടെ അവിടെ നിന്ന് വീശിക്കൊടു. നിന്റെ റീത്ത് അവിടെ? അതുകൊണ്ട് റൊണാൾഡോ അങ്ങ് പോയി. റൊണാൾഡോ അങ്ങോട്ട് കയറി പോയി. ഓ, അവൻ ഇതൊന്നും അറിഞ്ഞില്ല. എന്ത് ഫോണില്ലേ? എന്നാ എടുത്തോ, വെച്ചോട്. അല്ലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കക്കാൻ പഠിച്ച നിൽക്കാനും പഠിക്കണം. ഓ ആ, ഇത് റീത്തുകളെ കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ ഒരു നമ്പറായിരുന്നു. എന്ത് നമ്പർ? എടാ, ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെടും മുമ്പ് ഒന്ന് വിളിച്ചു നോക്കണമായിരുന്നു ആരെങ്കിലും. ദാസപ്പ മുതൽ യഥാർത്ഥത്തിൽ മരിച്ചു. അപ്പൊ പിന്നെ ഇപ്പൊ മരിച്ചില്ല? അതിലെ പറഞ്ഞ ഞങ്ങളുടെ നമ്പറായിരുന്നു. നേരത്തെ പൊടി ഞാൻ എന്തായാലും ബാഗ് എടുക്കട്ടെ. പിന്നെ അത് ചാരി. ഓ, അത് മറിച്ചിടണ്ട. ഞാനേ ഈ റീത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേറൊരു റീത്തുമായിട്ട് വരാം കേട്ടോ. ക്ലീറ്റർ ചേട്ടാ, കഷ്ട. നെഞ്ച് റെഡിയാക്കി വെച്ചോ, ചേച്ചി ഇപ്പൊ റീത്തുമായിട്ട് വരും.